വെബ്സൈറ്റിൽ ട്രാഫിക് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കുറച്ച് സൈറ്റുകളെ കുറിച്ച് എന്തായാലും അറിഞ്ഞിരിക്കണം. അതായത് ട്രാഫിക് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു വെബ്സൈറ്റ് SEO ചെയ്യുന്നത് അതിലേക്ക് ട്രാഫിക് വരാൻ വേണ്ടിയിട്ടാണ്. ഈ ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൺ പേജ് SEO ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് കൊണ്ടുവരാനായിട്ട് പറ്റും. പിന്നെ ഓഫ് പേജ് SEO വഴിയാണ് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ആളുകളെ എന്ത് ചെയ്യാൻ പറ്റുക, നമ്മുടെ സൈറ്റിലോട്ട് എത്തിക്കാനായിട്ട് പറ്റുക. ഈ ഓഫ് പേജ് SEOനെ കുറിച്ച് നമ്മൾ പല വീഡിയോസിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് വേണ്ടി ഒരു പ്ലേലിസ്റ്റ് തന്നെ നമ്മളുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറയണില്ല, അതിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ ഓഫ് പേജ് SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പുറത്ത് അതിലേക്ക് ട്രാഫിക് വരാൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളെ ഓഫ് പേജ് SEO എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ ഓഫ് പേജ് SEO നമുക്കറിയാം, പലതരത്തിലുള്ള ബാക്ക് ലിങ്ക്സ് പോയി ജനറേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വേറൊരു സൈറ്റിലുള്ള ട്രാഫിക്കിനെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ വെബ്സൈറ്റിലേക്ക് കയറ്റി വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വെബ്സൈറ്റുകളാണ്, അതായത് മീഡിയം, അതേപോലെ തന്നെ ബ്ലോഗർ, ടെംബ്ലർ, പിന്നെ വരുന്നതാണെങ്കിൽ ക്വോറ, പിന്നെ റെഡിറ്റ് എന്നൊക്കെ പറയുന്ന ഒരുപാട് സൈറ്റുകളുണ്ട്. ഇതൊക്കെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണ്. ഇത് ബ്ലോഗ്സ്, അതേപോലെ തന്നെ ആർട്ടിക്കിൾസ്, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ക്വിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു അടിപൊളി കുറച്ച് വെബ്സൈറ്റുകളാണ് ഇതെന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു വെബ്സൈറ്റ് എന്നുള്ളതിന് അപ്പുറത്തേക്ക് നല്ലൊരു SEO ടൂൾ കൂടെയാണ്. അതായത് നമുക്ക് വേണ്ട ഓഡിയൻസിനെ നമ്മളെ വെബ്സൈറ്റിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ടാർഗറ്റ് ഓഡിയൻസിനെ സെറ്റ് ചെയ്തുകൊണ്ട് ഇതിൽ ബ്ലോഗ് എഴുതി കഴിഞ്ഞാൽ, ഇപ്പം മീഡിയത്തിലാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്ലോഗ് നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നമ്മളെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളുകളെ നമ്മളെ സൈറ്റിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. അത് എങ്ങനെ എത്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ എഴുതുന്നൊരു ബ്ലോഗ് നിങ്ങളെ ബിസിനസ്സുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഒരു ക്ലയൻറ്റ് തന്ന അവരുടെ ഒരു ബിസിനസ്സുമായിട്ടോ ബന്ധപ്പെട്ടുള്ള ഒരു ബ്ലോഗ് നിങ്ങൾ എഴുതിയിട്ട് അതെന്ത് ചെയ്ത് നിങ്ങൾ ആ മീഡിയത്തിലാണെന്നുണ്ടെങ്കിൽ ബ്ലോഗറിലാണെങ്കിൽ എന്ത് ചെയ്ത് നിങ്ങളത് പോസ്റ്റ് ചെയ്ത്. ഇപ്പോൾ ഇതിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ബ്ലോഗറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂട്യൂബ് വീഡിയോസ് വരെ നമുക്ക് എന്ത് ചെയ്യാം അതിലിട്ടിട്ട് യൂട്യൂബ് ചാനലിലേക്ക് വരെ എന്ത് ചെയ്യാൻ പറ്റും, ട്രാഫിക് കയറ്റാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ടെംബ്ലർ എന്ന് പറയുന്നതും, ടെംബ്ലറിലും അതേപോലെ തന്നെയാണ്. നമുക്ക് വീഡിയോസ് ഉൾപ്പെടെ അവിടെ പോസ്റ്റ് ചെയ്യാം, അവിടെ നമുക്ക് ബ്ലോഗ് എഴുതാം. പിന്നെ നമ്മൾ എന്താ ചെയ്യുക, നമ്മളെ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ ഇങ്ങോട്ട് നമ്മുടെ വെബ്സൈറ്റിലോട്ട് കയറ്റാനായിട്ടൊക്കെ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം എന്താ, ഈ പറയുന്ന സൈറ്റുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ഉപയോഗിച്ച് നോക്കേണ്ട ഒന്നാണ്. ഓക്കെ, ഇപ്പോൾ സെർച്ച് എഞ്ചിൻസിൽ ഒരു വെബ്സൈറ്റ് റാങ്ക് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പോൾ മീഡിയത്തിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ബ്ലോഗ് എഴുതി, നമ്മളെ ഒരു കമ്പനീനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ബ്ലോഗ് എഴുതി, അല്ലെങ്കിൽ നമ്മളൊരു സർവീസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു, ഒരു ബ്ലോഗ് എഴുതി. ആ ഒരു ബ്ലോഗ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കറിയാൻ പറ്റും, സെർച്ച് എഞ്ചിൻസിൽ നമുക്ക് ആ ഒരു ബ്ലോഗ് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെയാണ് ഈ ബ്ലോഗറിലും അതേപോലെ എന്ത് ചെയ്യും, നമ്മളൊരു നല്ലൊരു ബ്ലോഗാണ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് സെർച്ച് എഞ്ചിൻസിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്ലോഗർ എന്ന് പറഞ്ഞല്ലോ, ബ്ലോഗർ എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ തന്നെ ഒരു ബ്ലോഗിങ് പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് എന്ത് പറ്റും, യൂട്യൂബിൽ നമുക്കൊരു റവന്യൂ കിട്ടുന്നുണ്ട്. മോണിറ്റൈസേഷൻ കിട്ടിയതിന് ശേഷം നമുക്കൊരു റവന്യൂ കിട്ടുന്നുണ്ട്. അതേപോലെയുള്ള ഒരു റവന്യൂ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബ്ലോഗറിൽ നല്ല രീതിയിലുള്ള കണ്ടന്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറ്റും, ഏൺ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് വരുന്നത് ക്വോറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതിൽ നമുക്ക് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിൽ കൊടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ട്രാഫിക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ റെഡിറ്റിനെ കുറിച്ച് പറയണം. റെഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ, അവിടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ നമ്മളായിട്ടുള്ള ഒരു ന്യൂസ് കാര്യങ്ങൾ ഇതേപോലൊക്കെ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് റെഡിറ്റ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ വെബ്സൈറ്റിൻ്റെ ആയി ബന്ധപ്പെട്ട കണ്ടന്റ് കാര്യങ്ങൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. അതായത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഹുക്ക്, ആളുകളെ കൊണ്ട് മാക്സിമം എന്ത് ചെയ്യണം, അതിലേക്ക് ആളുകളെ കൊണ്ടുവരണം. എന്നിട്ട് അതിൽ എൻഗേജ് ചെയ്യിപ്പിച്ചിട്ട് നമ്മളെ സൈറ്റിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള കണ്ടന്റ് വേണം എപ്പോഴും ഈ പറയുന്ന എല്ലാ പ്ലാറ്റ്ഫോംസിലും നമ്മൾ എന്ത് ചെയ്യാൻ, ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ കണ്ടന്റ് ക്രിയേഷനെ കുറിച്ചുള്ള നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മുന്നേ ഒരു പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ. ആ ഒരു പ്ലേലിസ്റ്റിൽ നമ്മളുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ആ വീഡിയോ എന്തെങ്കിലും കയറി കണ്ടു നോക്കുക. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, SEO ചെയ്യുന്ന സമയത്ത് കണ്ടന്റ് അത് എപ്പോഴും എങ്ങനെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ യുണീക്കായിട്ടുള്ള കണ്ടന്റ് ആയിരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ AI വെച്ചിട്ട് എങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോസ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ എന്ത് കണ്ടു നോക്കുക. ഓക്കെ,
എന്നിട്ട് നിങ്ങളേതായിട്ടുള്ള ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് എന്താ പറയുക ഓഫ് പേജ് SEOക്ക് വേണ്ടി ഒരു സ്ട്രാറ്റജി നിങ്ങൾ എന്ത് ചെയ്യുക ക്രിയേറ്റ് ചെയ്തെടുക്കുക. പിന്നെ അതേപോലെ നമ്മൾ ഇതിൽ വരുന്നൊരു കാര്യമാണ് എന്ത്, ബാക്ക് ലിങ്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മളെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും, അവർ ഏതിലാണോ ബാക്ക് ലിങ്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള സൈറ്റുകളെ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള അവർ ചെയ്തിട്ടുള്ള സൈറ്റുകളിൽ മാക്സിമം നമ്മളും ഒരു ക്വാളിറ്റി ബാക്ക് ലിങ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഒരിക്കലും ക്വാളിറ്റി ഇല്ലാത്തൊരു ബാക്ക് ലിങ്ക് ചെയ്തതിനെയും കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മളെ സൈറ്റ് ടോപ്പിലോട്ട് വരില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഇത്രയും പ്ലാറ്റ്ഫോംസ് വഴി ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ട്രാഫിക് എന്ത് ചെയ്യും നമ്മളെ സൈറ്റിലോട്ട് വരും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റാങ്കിങ് കൂട്ടി കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഈ വീഡിയോ എന്ത് ചെയ്യുക, നിങ്ങളെ SEO ചെയ്യുന്ന നിങ്ങളെല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കമൻറ്റ് ഇടേണ്ടതാണ്. ഓക്കെ, നിങ്ങളെപ്പോഴും നല്ല രീതിക്ക് എന്ത് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് പഠിക്കുക, ഞാൻ പോയിട്ട് പുതിയ ടോപ്പിക്കായിട്ട് വരാം. കീപ്പ് വാച്ചിങ്.